ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ സെഗ്മെൻ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ അമ്മയടുത്താണ് ഞാൻ ചോദിക്കാൻ വന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ്. നമുക്കറിയാത്ത കഥകളുണ്ടല്ലോ. അറിയാത്ത കഥകൾ എന്ന് പറഞ്ഞാൽ അവരുടെ മാരേജിനെ പറ്റി നമുക്ക് വലുതായിട്ട് അറിഞ്ഞൂടല്ലോ. കല്യാണം കഴിഞ്ഞു ആ ഒരു സംഭവം അറിയാവും, പക്ഷെ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ്റെ ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ബുക്കിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ഇപ്പോൾ ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അമ്മ, ആർ യു റെഡി? റെഡി? അപ്പോൾ ഞാൻ ചോദിക്കാൻ പോവേണേ. ആദ്യം തന്നെ നമ്മുടെ മാരേജിൽ നിന്ന് തന്നെ തുടങ്ങാം. അമ്മേരെയും അച്ഛൻ്റെയും മാരേജ്. നിങ്ങളെ കല്യാണം കഴിഞ്ഞ വർഷം ഏതാണ്? 2004. ഫുള്ള് പറയണം, മാസം, ഡേറ്റ്. 2004 മാർച്ച് 26. മാർച്ച് 26. വെള്ളിയാഴ്ച. നടന്ന സ്ഥലം എവിടെ? കല്യാണം നടന്ന സ്ഥലം? കല്യാണം നടന്ന സ്ഥലം ചെന്നൈയാണ്. ചെന്നൈ മണലി തിരുവറ്റൂർ. അപ്പം അമ്മ, നീ കല്യാണത്തിന് ശേഷം ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള നിമിഷം ഏതാണ്? ഏറ്റവും സസ്പീഷ്യസ് ആയിട്ടുള്ള നിമിഷം? നിങ്ങൾ ജനിച്ചപ്പോൾ ഒരുപാട് സന്തോഷിച്ച് വേദന ഉണ്ടായിരുന്നു മനസ്സിൽ. ഇരുന്നാലും നിങ്ങളുടെ മുഖം കാണുമ്പോൾ ആ വേദനയെല്ലാം മറന്നു. അതായിരുന്നു ഏറ്റവും സന്തോഷമുള്ള നിമിഷം. സിസേറിയൻ ചെയ്താണ് എടുത്തത്. അത്ര വേദനയിലും നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഒരു ഹാപ്പിനെസ്, സന്തോഷം. അപ്പം അമ്മ, അടുത്ത ചോദ്യം ചോദിക്കാം. ഇനി ആയി പറയണം. അപ്പം അമ്മേരെ അച്ഛൻ്റെയും മാരേജ് ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ് ഏതായിരുന്നു? ലവ് മാരേജ്. ഓക്കെ, ഞാൻ കൂടുതലായിട്ടൊന്നും ചോദിക്കുന്നില്ല, വേറെ വീഡിയോസ് ആയിട്ട് ചെയ്യാം അത്. അപ്പം നിങ്ങൾ കല്യാണത്തിന് മുമ്പ് എവിടെയാണ് പോയത് ആദ്യമായിട്ട്? പ്രേമിച്ചോണ്ടിരുന്നപ്പം സിനിമക്ക് പോയി. സിനിമ? എന്തൊരു സിനിമ? ജയം മൂവി അല്ലേ? കല്യാണത്തിന് മുമ്പ്. വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ട്? വേറെ ബീച്ചിൽ ഒരു പ്രാവശ്യം പോയി. ബീച്ച് മറന്നുപോയി ചില കാര്യങ്ങളൊക്കെ. പിന്നെ എവിടെ പോയി? പിന്നെ ബീച്ചിൽ പോയി, വേറെ ഒരു സ്ഥലങ്ങളിലൊക്കെ പോയി, ഓർമ്മയില്ല. അപ്പോൾ പറമ്മ, കല്യാണത്തിന് ശേഷം എവിടെയൊക്കെ പോയി? സിനിമക്ക് പോയി. എപ്പോഴും സിനിമ തന്നെ? സിനിമ ആണ് ഇഷ്ടം കൂടുതൽ. അതുകൊണ്ട് ചെന്നൈയിലല്ലേ, ബീച്ചൊക്കെ ഉണ്ട് ഒരുപാട്. ഞങ്ങൾ വല്ലപ്പോൾ ഒരിക്കലും ബീച്ചിലൊക്കെ പോകും. ബീച്ച്, പിന്നെ പാൽപ്പണ്ണ മെയിൻ ഇതെന്ന് പറയും, ഗേറ്റ്. പാൽപ്പണ്ണ മെയിൻ ഗേറ്റ്, അവിടെ ഐസ്ക്രീം കഴിക്കാൻ പോകും. അത് ഇരുന്ന ദിവസം നേരെ ഇരിക്കമ്മ. അവധി ദിവസത്തിൽ ശനി ഞായറാഴ്ച ഇപ്പോൾ വൈകുന്നേരം ഞാനും അച്ഛനും പോയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട്. പക്ഷെ അതൊക്കെ കല്യാണത്തിന്റെ ആദ്യ നാളിന് മാത്രമേ ഉണ്ടായിരുന്നോളെന്ന് തോന്നുന്നു. പിന്നെ എല്ലാവർക്കും ഓരോരോ തിരക്കായി പോയി. അത്രയ്ക്ക് പോയിട്ടില്ല, കൂടുതൽ പോയിട്ടുണ്ട്. ഒരുപാട് ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ പോയിട്ടുണ്ട്. എൻ്റെ കൂടെ ഞാൻ അച്ഛനെ മാത്രമല്ലേ ഇരുന്നത്. ഞങ്ങൾ എപ്പോൾ തിരക്കില്ല അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. ഗായ്സ്, ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വരും. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കുറച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ സ്റ്റോറി വെച്ച്, അമ്മയുടെ സ്റ്റോറിയല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ആൻസർ പറയാമെന്നുള്ള രീതിയിൽ ചെയ്തത്. നാളെ അമ്മയുടെ ഡെലിവറി സ്റ്റോറി, ഫസ്റ്റ് ഡെലിവറി, സെക്കൻഡ് ഡെലിവറി, അങ്ങനെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ.